അങ്ങനെ ഞാൻ തിരിച്ചെത്തി. ഫോർസ ഹൊറൈസൺ 6ന്റെ ഇപ്പോൾ പുതിയ ലൊക്കേഷൻ നമുക്ക് ലീക്കായിട്ടുണ്ട്. ജപ്പാനാണ് പുതിയ ലൊക്കേഷൻ. അതായത് ഈ ഒരു ഗെയിം ഓസ്ട്രേലിയൻ കാർ ഇമ്പോർട്ടറായ കൾട്ടൺ ക്ലാസിക് എന്ന് പറയുന്ന ഒരു കാറിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് വന്നു. പ്ലേ ഗ്രൗണ്ട് ഗെയിംസിന്റെ ഡെവലപ്പറായ ഒരാളിനെ ടാഗ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ട്. ഫോർസ ഹൊറൈസൺ ടീമിലുള്ള ഒരാളാണ് അയാൾ. തൂക്കിയല്ലോ നാദാ. കെ കാസ് എന്ന് പറയുന്ന നമ്മുടെ ടോക്കിയോയിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാസ് ഉണ്ട്. ആ ഒരു കാറ് സ്കാൻ ചെയ്യുന്ന ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവർ ഡിലീറ്റ് ആക്കി. അപ്പം അതിൽ നിന്ന് നമുക്ക് എല്ലാവരും മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗെയിം ജപ്പാനിലാണ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. പിന്നീട് വിൻഡോസ് സെൻട്രൽ എന്ന് പറയുന്ന ഗെയിം അപ്ഡേറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്ന പേജ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഫോർസ ഹൊറൈസൺ 6 2025 ടോക്കിയോ ഗെയിം ഷോയിൽ ഉള്ള ഒരു ഇവന്റിൽ ഫോർസ ഹൊറൈസൺ 6ന്റെ അനൗൺസ്മെന്റ് തരുമെന്നാണ് പറയുന്നത്. പിന്നെന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ GTA സാൻ ആൻഡ്രിയസിന്റെ പുതിയ മോഡ് വരാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു വെറും മോഡല്ല, ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ എന്നാൽ ഇത് വെറും ഒരു മോഡല്ല. ഈ ഒരു മോഡെന്ന് പറയുന്നത് നമ്മുടെ GTA സാൻ ആൻഡ്രിയസിൽ പണ്ട് റോക്ക് സ്റ്റാർ റിമൂവ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. പണ്ട് നമ്മുടെ സാൻ ആൻഡ്രിയസിൽ ഒരു സ്കേറ്റ് ബോർഡ് ഓടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നു. അപ്പം അതിൽ ആണെങ്കിൽ റോക്ക് സ്റ്റാർ ഒരു സ്കേറ്റ് ബോർഡൊക്കെ ഓടിക്കുന്നത് പോലെയൊക്കെ ചെയ്യാം എന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷെ അത് ഒപ്റ്റിമൈസേഷൻ്റെ ഇഷ്യൂ ഒക്കെ കാരണം സ്കേറ്റ് ബോർഡിന്റെ ആനിമേഷൻ ഒന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അതെടുത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു ഗെയിമിൽ. പക്ഷേ ഈ മോഡൽസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കേറ്റ് ബോർഡൊക്കെ ഇതിൽ തിരിച്ചു കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, മറ്റേ ഹോട്ട് കോഫി മോഡും എന്തൊരു ശബ്ദം, ഞാൻ കോട്ടവായിട്ടതാ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും എല്ലാം റോക്ക് സ്റ്റാർ റിമൂവ് ചെയ്ത കണ്ടന്റ് എല്ലാം തിരിച്ചു വരും എന്ന് പറയുന്നതുകൊണ്ട് ഉൾപ്പെടുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ട്രിയോളജി എത്ര വലിയ മികച്ച സക്സസ്ഫുൾ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് GTA വൈസ് സിറ്റിയുടെ ഒരു മോഡ് തന്നെ ഇപ്പം ഈയിടക്ക് റിലീസായി റോക്ക് സ്റ്റാർ ഒക്കെ എടുത്ത് തട്ടിക്കളഞ്ഞ ഒരു മോഡുണ്ട്. നെക്സ്റ്റ് ജെൻ എഡിഷൻ എന്നൊക്കെ പറയുന്ന ഒരു മോഡുണ്ട്. പക്ഷെ അതേപോലെ ഇത് റോക്ക് സ്റ്റാർ എടുത്ത് തട്ടിക്കളയാനും ചാൻസ് ഉണ്ട്. ഓൾറെഡി ട്രിയോളജി എന്ന് പറയുന്ന ഒരു സാധനം അവർ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത് വിറ്റ് പോയില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഈ ഒരു മോഡ്സ് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും ട്രിയോളജി വാങ്ങത്തില്ല. പക്ഷെ ഇവർ റിലീസ് ചെയ്യണ മുമ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പറക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻസ് ഉള്ള PC ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ വരെ കാത്തിരിക്കണം. സെപ്റ്റംബറിലായിരിക്കും ഇതിൻ്റെ മോഡിൻ്റെ റിലീസ് ആവുന്നു. ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസാസിൻസ് ക്രീഡ് മിറാജിനെ കുറിച്ചാണ്. ഒരു ചെറിയ അപ്ഡേറ്റ് ആണെന്ന് വെച്ചാൽ 2025 മുമ്പേ ഈ ഒരു ഗെയിമിൻ്റെ ഫ്രീ DLC കൊടുക്കാൻ പോവുകയാണ്. പുതിയ സ്റ്റോറിയും കുറെ മിഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 9th സെഞ്ചുറി അലുലനെ ബേസ് ചെയ്തിട്ടായിരിക്കും കുറെ മിഷൻസും വരാൻ സാധ്യതയുള്ളത്. മോഡേൺ സൗദി അറേബ്യനെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള കുറെ ബിൽഡിങ്സിനെയും ഇവര് കുറെ മോഡേൺ ഡേയ്സിലുള്ള സൗദി അറേബ്യന്റെ ലൊക്കേഷൻസും റീ ഓണർഷിപ്പ് ഒക്കെ ഇവര് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഗെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗെയിമിന്റെ റിലീസിന് ശേഷം ഒരു DLC ഇതിനെ കുറിച്ച് വരൂല്ലെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം ഇവര് ഈ ഒരു ഗെയിമിന് DLC വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.